ഹലോ, അസ്സലാമു അലൈക്കും. എന്തൊക്കെയാണ് എല്ലാവരും വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിരിക്കുന്നു? ഞങ്ങൾക്കും സുഖമാണ്, സേഫാണ്. ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത്, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ടൈം ഇല്ലാത്തതുകൊണ്ടാണ് വീഡിയോസൊന്നും ഇടാത്തത്. എന്നാലും പലരും എനിക്ക് മെസ്സേജ് ഇട്ട് വിശേഷങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ചോദിച്ച വിശേഷത്തിൽ ഒന്നാണ് ഞാൻ ഇന്ന് ഷെയർ ചെയ്യുന്നത്. ഇന്ന് നസർത്താത്താൻ്റെ കുട്ടികളുടെ സ്വർണം കിട്ടുന്ന ഒരു ദിവസമാണ്. 70ാമത്തെ ദിവസമാണ് ഞങ്ങൾ ഈ ഒരു പരിപാടി ഫിക്സ് ആക്കിയത്. ഞാൻ 12 മണിക്ക് ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷമാണ് കേട്ടോ വീഡിയോ എടുക്കാൻ തുടങ്ങിയത്. അതുകൊണ്ട് ഫുൾ റെസിപ്പിയൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല. ഞാൻ വന്നപ്പോഴത്തേന് അളിയനും ഉമ്മയും ഉപ്പയും വന്നിട്ടുണ്ടായിരുന്നു. പുറത്തുനിന്ന് പ്രത്യേകിച്ച് ആരുമില്ല, ഞങ്ങളുടെ വീട്ടിലുള്ളവർ മാത്രമാണ്. സെഫി, ഷമീർ കുട്ടി, ഹുസ്നത്താത്തയും കുട്ടികളും. ഫാറൂഖ് അളിയനക്ക് എന്തോ വരാൻ പറ്റിയില്ല, നൈറ്റാണ് അളിയൻ എത്തിയത്. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് ബീഫ് ബിരിയാണി, ചില്ലി ചിക്കൻ, പിന്നെ അതിൻ്റെ സൈഡ് ഡിഷായിട്ട് കച്ചമ്പർ അച്ചാറും ഉണ്ടാവുമല്ലോ, പിന്നെ സേമിയ പായസം. ഇത് സ്പെഷ്യലിസ്റ്റ് ഹുസ്നാത്തയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. താത്തയായതുകൊണ്ട് പൊക്കി പറയുന്നല്ല, അതാദ്യം നിങ്ങൾ നോക്കണം. പിന്നെ നാടൻ വിഭവങ്ങളും ഉണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ നോക്കിയില്ല സത്യം പറഞ്ഞാൽ, അതുകൊണ്ടാണ് ഞാൻ പറയാഞ്ഞത്. ഇപ്പം ഞാൻ വരുമ്പോൾ തന്നെ കുട്ടികളെ കുളിയൊക്കെ കഴിഞ്ഞ് ഇവർ നല്ല സുന്ദരി മണികളായിട്ട് കിടന്ന് കളിക്കുമായിരുന്നു. പിന്നെ കൊടുന്ന ഡ്രസ്സുകളിൽ അവരെ സൈസിന് ഓക്കെ ആയിട്ട് ഉണ്ടായിരുന്നത് സുഫി ബാബി കൊടുന്ന ഡ്രസ്സും ഞാൻ കൊടുന്ന ഡ്രസ്സുമായിരുന്നു. എനിക്ക് ഈ ഡേറ്റ് ഏറ്റവും ഇഷ്ടമുള്ളൊരു കളറാണ് ലാവൻഡർ എന്ന് പറയുന്നത്. അപ്പോൾ ആ കളർ നോക്കിയിട്ട് തന്നെ ഞാൻ എടുത്തു. എന്നിട്ട് പിന്നെ ആ ഒരു ഡ്രസ്സിലായിരുന്നു കേട്ടോ സ്വർണ്ണമൊക്കെ കിട്ടിയത്. പിന്നെ നല്ല ചൂട് ടൈമല്ലേ, അപ്പം ഇനി സ്വർണം കെട്ടാൻ വേണ്ടി ഇരുന്ന് കുറേ നേരം ഇങ്ങനെ ഇരിക്കുമ്പോൾ ചൂടൊക്കെ എടുക്കും. ആൾ കൂടുമ്പോൾ ഭയങ്കരമായിട്ട് ചൂടുണ്ടാവുമല്ലോ. അപ്പോൾ പിന്നെ നമ്മൾ ആ മാറ്റി ഒരുങ്ങിയിട്ടുള്ള ആ ഫ്രഷ്നെസ്സിൽ തന്നെ 2 പിക്സ് എടുക്കാമെന്ന് വിചാരിച്ചു. ഷമീറായിരുന്നു ഫോട്ടോഗ്രാഫർ. ഇതിൻ്റെ ഇടയിൽ ഞാനും എൻ്റെ 2-3 പിക്സ് ഞാൻ ഒപ്പിച്ചു. ആദ്യം എന്തോ ഒരു പിണക്കത്തിലായിരുന്നു. എന്താ റീസൺ ഞാൻ ചോദിക്കാൻ പോയില്ല. കുറച്ച് കഴിഞ്ഞിട്ട് ഇണങ്ങുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ പിന്നെ അവിടെ അത് നിർത്തി. അർസു അവിടെ പോസ് പറഞ്ഞു കൊടുക്കാനാണോ നിന്നതെന്ന് സെഫി ചോദിക്കുന്നുണ്ട്. പക്ഷേ അർസുവിന് നല്ല ഇഷ്ടമുള്ളൊരു പരിപാടിയാണ് ഫോട്ടോ എടുക്കുന്നത്. സാധാരണ കുട്ടികളെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് നിർത്തിക്കഴിഞ്ഞാൽ ഭയങ്കര കരച്ചിലാണ്. അർസു പല രീതിയിൽ വേണമെങ്കിൽ നമുക്ക് പോസ് ചെയ്ത് തരും. അതേപോലെ തന്നെ റൂഹിയുടെ കാര്യം എടുത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ റൂഹി ഒരു കുഴപ്പമില്ല, നന്നായിട്ട് പോസ് ചെയ്ത് തരും. വീഡിയോസോ ഫോട്ടോസോ ഏത് വേണമെങ്കിലും അവൾ സെറ്റാക്കി തരും. പക്ഷേ ജൂഹി തൊട്ടാ കരയുന്ന ടൈപ്പായിരുന്നു. അതുകൊണ്ട് കുറച്ച് സമയമെടുത്തു ഫോട്ടോസൊക്കെ നല്ല രീതിയിൽ കിട്ടാൻ. അങ്ങനെ ഓരോരുത്തരായിട്ട് സ്വർണം കെട്ടാൻ തുടങ്ങി. ആദ്യം റൂഹിനെയാണ് മടിയിലിരുത്തിയിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ടാണ് ജൂഹിനെ കൊണ്ടുവന്നത്. ജൂഹി നല്ല കലിപ്പിലായിരുന്നു. അതുകൊണ്ട് സ്വർണം കെട്ടുമ്പോഴൊക്കെ ഫുള്ള് കരച്ചിലായിരുന്നു.
അങ്ങനെ കുറച്ച് നേരത്തെ സന്തോഷത്തിന് ശേഷം എല്ലാവരും വീണ്ടും സന്തോഷിക്കാനായിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിയിരുന്നു. ഫുഡാണല്ലോ നമ്മുടെ സന്തോഷം. അപ്പോൾ ഫുഡ് നല്ലതായിരുന്നു, അൽഹംദുലില്ലാ. പരിപാടിയൊക്കെ നല്ല ഭംഗിയായി കഴിഞ്ഞു. അപ്പോൾ എന്തായാലും എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇതേപോലത്തെ നല്ല നല്ല വീഡിയോസ് ആയിട്ട് വരുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്. അസ്സലാമു അലൈക്കും.